അച്ഛാ അച്ഛാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് പോകുന്നത് സോലൻ വാലി തന്നെ. അതായത് നമുക്കിന്ന് മഞ്ഞിലെല്ലാം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാക്കാണ്ട് അങ്ങ് ദൂരെ നോക്കിയാട്ടെ മഞ്ഞ് നോക്കിയാ. ആ കണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ സോലൻ വാലിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രസ്സ് കോട്ട് അതെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ മഞ്ഞ് കളിക്കാൻ പോയെ. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. അതിന് സർക്കാർ നിശ്ചയിച്ച ഫിക്സ്ഡ് റേറ്റ് 250 രൂപയാണ് ഒരാൾക്ക് ഇടുന്ന ഡ്രസ്സിന് വേണ്ടത്. അതിന് പുറമെ ഒരു സോക്സ് വാങ്ങിക്കണം, അതിന് 100 രൂപയാണ്. ഇവിടുത്തെ ഓരോ കടക്കും നമ്പറുകളുണ്ട്. അവിടുന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ കണ്ണ അമ്പാടി നോക്കിയതാ മഞ്ഞിൻ്റെ മല നോക്കിയാ നമ്മളിത് അങ്ങോട്ടേക്ക് പോന്നാ. അങ്ങോട്ടേക്കാ പോന്നേ? ഇതാ നോക്കിയാ അടിപൊളി സ്ഥലമല്ല നോക്കിയാ. അവിടെ ഫുള്ള് മഞ്ഞായിരിക്കും. നമ്മള് മഞ്ഞ് മൂടിയിട്ടുണ്ട്, കാണണ്ടേ, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മള് ഇടുന്ന നോക്കിയ റോഡ് സൈഡിലെല്ലാം ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുള്ളത് ഓക്കെ. എല്ലാ സൈഡിലും മഞ്ഞേനു. ഇന്നലെല്ലാം ഈ റോഡുമില്ലെല്ലാം മഞ്ഞ് മൂടിയിട്ടേനു എന്നാ പറയുന്നിട്ട്. അപ്പോൾ അതെല്ലാം സൈഡിലേക്ക് കോരി വിട്ടിട്ടായിരിക്കും. നമ്മൾ ഇന്നലെ വന്നാണ് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതാ കണ്ട സൈഡിലെല്ലാം കോരി മാറ്റിയിട്ടിട്ട് റോഡ് ക്ലിയർ ചെയ്തിട്ട് അതൊന്ന് അവർ വണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഫുള്ള് ക്ലിയർ ചെയ്തത്. സൈഡ് കണ്ട നല്ല വെള്ളം. ഇത് കണ്ട, ഇത് മഞ്ഞ് പഴകിയ മഞ്ഞ്, അതായത് കോരി ഇട്ടിട്ട് ഇതായത് അതുകൊണ്ട് ഈ കറുത്ത കളറാണ്. പുതിയ മഞ്ഞ് നല്ല വെള്ള കളറായിട്ടുണ്ട്. അതിന് മുകളിലങ്ങ് എന്താ സൈഡിലെല്ലാം നോക്കിയാ, പാറേൻ്റെ മുകളിലെല്ലാം നോക്കിയാ മഞ്ഞ് അടിപൊളിയാണല്ലോ. മഞ്ഞിൻ്റെ അകത്ത് ഊരിപ്പോ പറയുന്ന മുകളിലെല്ലാം കയറി. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും വലിയ കുഴിയെല്ലാം ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. മേലെയല്ലേ മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നില്ല. അത് ആപ്പിൾ മരം. അത് ഫുള്ളും മഞ്ഞ് മൂടിയല്ലോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നതാണ്. വണ്ടി കുറച്ച് സമയമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നേ. അപ്പോൾ നമ്മളല്ലെങ്കിൽ അങ്ങെത്തി ഒരുപാട് ലേറ്റാവും. നടക്കുന്നതാണ് കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് മെല്ലെ നടക്കല. ഈ സൈഡിൽ കണ്ട ഇതെല്ലാം ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് എന്താ സ്റ്റൈൽ എന്ന് പറയാം. ഫുള്ള് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇല്ലേ. ഓക്കെ, അമ്പാടി മുമ്പിൽ നടക്കുന്ന നല്ല ആവേശത്തോടെ നടക്കുന്നത്. അയ്യോ ഇപ്പൊ പോയാലോ. അപ്പോൾ ഇതാ വീടിയെല്ലാം ഏകദേശം ഒരു 3-4 അടി മഞ്ഞുണ്ടാവും. കണ്ണനും അമ്പാടിയെല്ലാം മഞ്ഞ് കണ്ടിട്ട് അന്തം വിട്ടിട്ടേതാ. എന്താ സന്തോഷം എന്ന് പറയാം. മഞ്ഞെടുത്തെറിയുന്ന് മഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാ തുള്ളിച്ചാടുന്നു. ഓക്കെ, എന്നാ സ്റ്റൈല്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലങ്ങളിൽ ഇതെല്ലാം. ഓക്കെ, മഞ്ഞ് മൂടിയിട്ട് കാറുള്ളതാ മഞ്ഞിൻ്റെ അകത്ത് ഫുള്ള് മൂടിയിട്ടുള്ളതാ. ദൂരെ നോക്കി നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ താഴെ നിന്ന് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 600 രൂപ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ചോദിക്കുന്നത് 250 രൂപയ്ക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് തരാമെന്ന് പറയുന്നത്. എന്താ അമ്പാടിയെല്ലാം ഫുള്ള് മഞ്ഞക്കളിയാണ്, മഞ്ഞെടുത്തെറിയുന്നത്. ഫുള്ള് വെള്ള കളറായിട്ട് എന്നാ സ്റ്റൈൽ എന്ന് പറയാം. കാണേണ്ട സ്ഥലം തന്നെ. ഫുള്ള് അർമാദിക്കല്ല മഞ്ഞിൽ കടന്നിട്ടല്ല അമ്പാടിയല്ല. ഓ അമ്പാടി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് അച്ഛാ. അമ്പാടി ഇങ്ങോട്ട് നോക്കിയാ. ഇവിടെ ഒരു അമ്പലം ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തന്നെ ആക്ടിവിറ്റീസിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ സ്കേറ്റിംഗ് ചെയ്യാൻ ഐസിൻ്റെ അതിൻ്റെ മുകളിലോട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവർ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ വന്നിട്ട് ചെയ്യാന്ന് ചെയ്യുക. പിന്നീടാണ് നമുക്ക് സ്വന്തമായിട്ട് തരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അൺലിമിറ്റഡാണ്. 600 രൂപക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എത്ര സമയം ചെയ്യാൻ പറ്റുമോ അത്ര സമയം ചെയ്യാം. ഞാനിങ്ങനെ ഓടിച്ചപ്പോൾ വീഡിയോയൊക്കെ ചെയ്തു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അമ്പാടിയും കാണാനൊക്കെ ഒറ്റയ്ക്ക് കുറേ സമയമൊക്കെ എനിക്ക് നല്ല എക്സ്പേർട്ടായി അവർ രണ്ടുപേരും നല്ലോണം കുറേ സമയം ശരിക്കും അവർക്ക് നല്ല സന്തോഷമായി. എനിക്ക് ഐസിങ് രണ്ടാളും സ്കിപ്പിങ് ചെയ്യാണ്. നല്ല എക്സ്പീരിയൻസാണ്. മെല്ലെ കുത്തിയാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയതുകൊണ്ട് കാരണം ഇങ്ങോട്ടേക്ക് പോടാ. വരണമെന്നില്ല ഇത് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒറ്റ റൗണ്ട് മാത്രം കിട്ടുന്ന കാരണം നമ്മൾ സ്കേറ്റിങ് ലാസ്റ്റോട്ട് വെച്ചു. അത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. പ്രത്യേകിച്ച് കണ്ണൻ അമ്പാടിയൊക്കെ താഴ്ന്നേ പറഞ്ഞിട്ടുണ്ട്. ഐസിൻ്റെ മുകളിൽ ഇത് സ്കേറ്റിംഗ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് ശരിക്ക് ഒരുപാട് സമയം കളിക്കാനായിട്ട് കിട്ടി. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ചെയ്ത ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാളവണ്ടിയിലൊക്കെ പണ്ട് നമ്മൾ കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ഊരിയിട്ടുണ്ടല്ലേ, അതുപോലെ ട്യൂബിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മഞ്ഞുമലയിലേക്ക് ഊരിയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുപേരും നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊത്തത്തിൽ എല്ലാത്തിനും 600 രൂപ വെച്ചിട്ടാണ് ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മളോട് താഴെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പാടി ഐസെല്ലാം എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്.